ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലത്തേൻ്റെ ബാക്കിയാണ് ഇന്ന് തയ്ക്കുന്നത്. ഇന്നലെ ഒരു സാരി ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് കാണിച്ചത്. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി തയ്യലിലോട്ട് പോവാം. അതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് തയ്ക്കണത് എങ്ങനെയെന്ന് കാണാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. അത് ബാക്ക് പീസാണ്. ഈ ബാക്ക് പീസിൽ നമ്മൾ അടിയിൽ പട്ട വയ്ക്കുന്നത് ആദ്യം കാണിക്കാം. അത് ബാക്കിന് ഒരു 1.5 ഇഞ്ച് പട്ട വെട്ടി ഇതുപോലെ വെട്ടിയെടുത്ത് അതിൻ്റെ ഉളും വന്നതാണ് മടക്കി ഒരു മടക്കണം. മടക്കി തയ്ക്കാം. അതാദ്യം തയ്ക്കാം. ഒരു കയ്യിൽ തയ്ച്ച് പിന്നെ നമുക്ക് അതിനെ ഒന്നും കൂടെ പതിച്ച് തയ്ക്കണം. പതിച്ചേക്കണെന്ന് പറയുമ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഈ തുണിയെ താഴോട്ട് മടക്കി ആ പട്ട തുമ്പിലേ തയ്ക്കാവും. അതിൽ കൂടെ ഒരടിയും കൂടെ അടിക്കണം. ബ്ലൗസിൻ്റെ പീസിൽ തയ്യൽ വീഴരുത്. ഈ വെച്ച് തച്ചേക്കണ തുമ്പിലേ കൂടെ ഇങ്ങനെ തയ്ച്ച് പോകണം. പതിച്ച് തയ്ക്കണം. ഞാൻ ഈ ബ്ലൗസിൽ പഴയ ബ്ലൗസുകളിലൊക്കെയാണ് ഈ ഡോട്ട് എടുക്കണം. ബാക്കിൽ ഞാൻ ബ്ലൗസിൽ ഡോട്ട് എടുക്കില്ല. 2 സൈഡിൽ നിന്നും ഷെയ്പ്പിന് ഞാൻ വെട്ടി കളഞ്ഞേക്കാണ്. അതുകൊണ്ട് ഡോട്ട് എടുക്കില്ല. പഠിച്ച് വെച്ച് കഴിഞ്ഞു. വെട്ടിക്കളയാം. ഇനി ഇതിന് കൈത്തയിലാണ് തയ്ക്കേണ്ടത്. ഇതിൽ ബാക്ക് പീസിൽ ഇത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഡാട്ട് വയ്ക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പീസിൽ നമുക്ക് ഡാട്ട് എടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2ആയിട്ട് മടക്കി 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നിടത്ത് ഒരു 4 ഇഞ്ച് വെച്ച് ഇങ്ങനെ ചരിച്ചുകൊണ്ട് തീർക്കാം. എല്ലാ തയ്യലും ഈ 2 തയ്യൽ തച്ചോളണം. പീസ് മാർക്ക് ചെയ്തേക്കണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ തയ്ക്കണം. രണ്ടര ഇഞ്ച് പൊക്കത്തിലാണ് എടുത്തേക്കുന്നത്. ഡാട്ടിൻ്റെ അകലം മടക്കി ഇട്ടിട്ട് 1 ഇഞ്ച് അകലം ഉണക്ക ആളായതുകൊണ്ടാണ് അതിൻ്റെ അളവ് ഞാൻ കുറച്ചെടുത്തേക്കുന്നത്. ഇത് 2 തയ്യൽ വെച്ചാൽ പിന്നെ നമുക്ക് കൈക്കുഴിയുടെ അവിടെ നിന്ന് വരണ ഇതാണ് അടുത്ത ഡാട്ട് എടുക്കേണ്ടത്. അത് നമ്മൾ ഈ ഫ്രണ്ടിലെ ഡാട്ട് തയ്ച്ച് കഴിഞ്ഞ ശേഷം ഈ കൈക്കുഴിയിലെ ഡാട്ട് അതിൻ്റെ നേരെ എതിരെ വരണം. അതുകൊണ്ടാണ് അങ്ങനെ ഇത് 2 തയ്ച്ചിട്ട് അത് തയ്ക്കാവും. 3 തയ്ക്കാവും. ഈ ഫ്രണ്ട് ഡാട്ടിൻ്റെ നേരെ തന്നെ വരണം.
മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് എടുത്ത് തെറ്റിദ്ധരിച്ച് കൊണ്ട് തീർക്കണം. പട്ട, 2 പട്ടയാണ് തയ്ക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ട് പട്ട 3 പട്ടയും കൂടെ ഒപ്പം വെച്ച് 3 എണ്ണം കൂടെ 1 2 3 എന്ന് വെച്ച് ഇങ്ങനെ അടിക്കും. ഒരടി അടിച്ചിട്ട് ഇനി പതിച്ച് വയ്ക്കണം. ഇങ്ങനെ നൂത്തിട്ടിട്ട് അതിൻ്റെ തയ്യൽ തുമ്പ് ഇങ്ങോട്ടാക്കിയിട്ട് ഈ തുമ്പിൽ തയ്യൽ തുമ്പ് വരണ പീസിൽ വേണം നമുക്ക് തയ്ക്കാൻ. ഇങ്ങനെ വെച്ച് പതിച്ച് വയ്ക്കണം. അരിച്ച് വെച്ചിട്ട് രണ്ടും കൂടെ ഇങ്ങനെ നൂത്ത് നമ്മൾ ഡോട്ട് എടുത്ത് വെച്ചേക്കുന്ന പീസ് ഇതിൽ വെക്കണം. ഇങ്ങനെ ഈ സൈഡ് വലതുവശത്തുള്ളതാണ് നമ്മളിപ്പോൾ തയ്ക്കുന്നത്. അപ്പോഴും വലതുവശത്ത് നമ്മൾ പട്ട അടിയിലെ പട്ട മെള്ളിയിൽ വെച്ച് തയ്ക്കണം. ഈ വാക്ക് പിന്നെ വിളക്ക് വാക്ക് ഇങ്ങനെ വെച്ച് തയ്ക്കണം. തയ്ക്കുമ്പം ഈ തയ്യൽ ഈ മടക്ക് വരണടുത്ത് ഈ നമ്മൾ ഡാട്ട് എടുത്തേക്കുന്നിടത്ത് ഒരു മടക്ക് മടക്കി ആ തുമ്പ് മേളിലോട്ട് വെച്ചിട്ട് വേണം തയ്ക്കാൻ. അല്ലെങ്കിൽ അതിൽ കൂടെ അടിച്ച് നമ്മൾ പോവും, അറിയില്ല. മടക്കി വെച്ച് വരണം. തച്ചിട്ട് 2 തയ്യൽ തയ്ക്കണം. ഈ ഡാട്ടിൻ്റെ ആ തുമ്പിങ് ഇതിൽ തയ്യൽ വരാതെ അതാണ് ഇങ്ങനെ മടക്കി വെച്ച് വേണം തയ്ക്കാൻ. ഇതുപോലെ അപ്പുറത്തെ പട്ട വെച്ച് തയ്ക്കണം. 2 സൈഡും പട്ട വയ്ക്കണം. മിച്ചമുള്ളതിനെ വെട്ടിക്കളയണം. ഇതുപോലെ മറ്റേ സൈഡും തയ്ക്കണം. ഇനി നമുക്ക് ഇത് വലതുവശത്തെ പട്ടയാണ്. വലതുവശത്തെ പട്ടയിൽ നമുക്ക് ഊക്കാണ് വെപ്പിക്കേണ്ട. വലതുവശത്തെ പീസ് പട്ടയല്ല, വലതുവശത്തെ ഉടുപ്പിൻ്റെ വലതുവശത്തെ ഭാഗമാണ് ഇത്. അതിൽ നമുക്ക് ഊക്ക് പട്ടയാണ് വയ്ക്കേണ്ടത്. അതിന് 1 ഇഞ്ച് വീതിയിൽ നമ്മളൊരു പട്ടത്തുണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചേക്കാം. ഇത് ഇടതുവശത്തേക്കുള്ള പട്ട 2 ഇഞ്ച് വീതിയിൽ അതിലത്തേക്കുള്ളതും എടുത്ത് വെച്ചേക്കാണ്. ഇനി തയ്ച്ച് കാണിക്കുക എങ്ങനെയാണ് തയ്ക്കണേന്നുള്ളത്.
അരിപ്പട്ടയാണ് വരണം. ഉപ്പുപെട്ട അടിക്കുകയാണ്. ആദ്യം ഒരു തയ്യൽ ഇങ്ങനെ തയ്ച്ചിട്ട് രണ്ടാമത് അതിനൊന്ന് പതിച്ച് വയ്ക്കണം. പതിച്ച് തയ്ക്കുമ്പം ഈ വെച്ച് വയ്ക്കണ പട്ടത്തൊണ്ടിലേ തയ്ക്കാവുള്ളൂ. ഉടുപ്പിൻ്റെ പീസിൽ തയ്യൽ വരും. പട്ടയിലാണ് പതിച്ച് തയ്ക്കുന്നത്. പതിച്ച് ഇനി അതിന് നമുക്ക് മടക്കി തയ്ക്കണം. അതിങ്ങനെ മടക്കി ഒരു മടക്കം മടക്കി വെച്ച് തയ്ക്കണം. പൂക്കുവട്ട റെഡിയായി. ഇനി നമുക്ക് അരിപ്പട്ട വയ്ക്കാം. പൂക്കുവട്ട തച്ചത് നല്ല വശത്തുനിന്ന് അഴുക്ക വശത്തോട്ടാണ് മറിച്ച് പൂക്കുവട്ട വെച്ചത്. പക്ഷേ നമ്മൾ അരിപ്പട്ട വയ്ക്കുമ്പം ചീത്ത വശത്തുനിന്ന് നല്ല വശത്തോട്ടാണ് മറിക്കേണ്ടത്. അപ്പം നല്ല ഇത് അകവശമാണ്. അകവശത്തു നിന്നാണ് ഇതിൻ്റെ പട്ടത്തുമ്പ് വയ്ക്കണം. ഇങ്ങനെ വെച്ചാണ് തയ്ക്കുന്നത്. ഇതും പതിപ്പട്ട നമുക്ക് പതിച്ച് തയ്ക്കണം. പതിച്ച് തയ്ക്കണ തയ്യൽ പട്ടത്തൊണ്ടിൽ തന്നെ വരണം. വെച്ചിട്ട് ഒരു മടക്കി ഇങ്ങനെ മടക്കി തയ്ക്കണം. ചോക്കെടുത്ത് നമുക്ക് എത്ര ഹോളാണ് തയ്ക്കേണ്ടത്, ഉപ്പ് ഹോൾ വയ്ക്കണമല്ലോ, അതിന് അടയാളപ്പെടുത്തി ഇടണം. അഞ്ച് ഉപ്പ് വയ്ക്കണം. അതാണ് ഇങ്ങനെ അടയാളപ്പെടുത്തി. ഊക്ക് നേരത്തെയൊക്കെ അരിപ്പട്ട നമ്മൾ വരിഞ്ഞെടുക്കുമായിരുന്നു. ഇപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വരിയില്ല, എല്ലാം മെഷീനിൽ തച്ചാണ് പോണത്. ഊക്ക് ഹോള് വരിയാൻ ഒത്തിരി സമയം എടുക്കുക. അതുകൊണ്ട് എല്ലാവരും ഇപ്പം ഇങ്ങനെ മെഷീനിൽ തച്ചാണ് വെക്കുന്നത്. തിരിച്ചെടുക്കും. തയ്യൽ തച്ചോളണം. അത് നല്ല സ്ട്രോങ് തച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഊക്ക് ഇട്ടിട്ട് ആ നൂലൊക്കെ അറ്റ് പെട്ടെന്ന് ഇളകി പോരും.
അതുകൊണ്ട് ഈ ഊക്കിടാൻ വേണ്ടിയിട്ട് തയ്ക്കുമ്പം 4-5 തയ്യലെങ്കിലും തയ്ച്ചോണമെങ്കിൽ വെളുത്തിന് ഇരിക്കുകയുള്ളൂ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇത്രയും തെച്ചെടുക്കണം. അങ്ങനെ നമുക്ക് ഊക്കുപട്ട വെച്ച് കഴിഞ്ഞ് ഇത് ഊക്കുപട്ടയും വെച്ച് അയിപ്പട്ടയും വെച്ച് രണ്ടും വെച്ചിട്ടാ. ഇനി ഇത് രണ്ടും ഇങ്ങനെ വെച്ച് നോക്കി കറക്റ്റാണോ നോക്കുക. ഇതെല്ലാം ആയി. ഇനി നമുക്ക് ബാക്ക് പീസ് ഇതുകൂടെ ചേർത്ത് തയ്ക്കാം. ഇതാ രണ്ടും കൂടെ ചേർത്ത് തയ്ക്കണം. അത് തയ്ക്കുമ്പോൾ രണ്ടിൻ്റെ ഷോൾഡർ ഓപ്പൺ വെച്ച് തയ്ക്കണം. ബാക്കും ഫ്രണ്ടും ഷോൾഡറും ഒത്തു വെച്ച് രണ്ട് വശത്തും തയ്ക്കും. ഇത്രയും തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് സൈഡ് കൈ വയ്ക്കണം, സൈഡ് അടിക്കണം, കഴുത്തടിക്കണം. ഇത്രയുണ്ട്. ഇത്രയും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഇത് തന്നെ നീളം കൂടി പോവും. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് മൊത്തം ചേർത്ത് തയ്ക്കണത് കാണിക്കാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോയിൽ ബാക്കി കാണിക്കാം.